ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ ഫൈനലിലെത്തിയതോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് ഒരു അപൂർവ നേട്ടം കൂടിയാണ്. രോഹിത്തിന് കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെത്തിയതോടെ ICCയുടെ എല്ലാ ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് രോഹിത് സ്വന്തമാക്കിയത്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും 2023 ഏകദിന ലോകകപ്പിലും 2024 T20 ലോകകപ്പിലും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചതോടെയാണ് അപൂർവ നേട്ടം രോഹിത്തിന്റെ പേരിലായത്. ഇതിൽ 2024 T20 ലോകകപ്പിൽ രോഹിത് ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചപ്പോൾ ഏകദിന ലോകകപ്പിലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഫൈനലിലും പരാജയപ്പെടേണ്ടി വന്നു. മുൻ നായകൻ MS ധോനി ഇന്ത്യക്ക് T20 ഏകദിന ലോകകപ്പ് കിരീടങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയും സമ്മാനിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡിന്റെ കെയ്ൻ വില്യംസൺ 2019 ഏകദിന ലോകകപ്പ്, 2021 ജൂണിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, 2021 നവംബറിൽ T20 ലോകകപ്പ് എന്നിവയുടെ ഫൈനലിലേക്ക് കിവീസിനെ നയിച്ചിരുന്നു. എന്നാൽ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ന്യൂസിലൻഡിന് ഒരിക്കലും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റൊരു ICC ടൂർണമെന്റിൽ കൂടി കിരീടം ചൂടാനുള്ള അവസരമാണ് ഇക്കുറി ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിനെ കാത്തിരിക്കുന്നത്. ക്യാപ്റ്റൻസിയിൽ രോഹിത് കുറിച്ച ഈ ശ്രദ്ധേയ നേട്ടം മറികടക്കുക ഈ കാലത്ത് ഇനി അത്ര എളുപ്പമാകില്ല. നിലവിൽ ഓരോ ഫോർമാറ്റിലും വ്യത്യസ്ത ക്യാപ്റ്റന്മാർ എന്ന രീതിയിലേക്ക് ടീമുകൾ മാറിയത് തന്നെയാണ് കാരണം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ജയം നേടിയാണ് ടീം ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ കളിച്ച ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തുടങ്ങിയത്. രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും 6 വിക്കറ്റിൽ കീഴടക്കിയ ഇന്ത്യ മൂന്നാം മത്സരത്തിൽ കിവീസിനെ 44 റൺസിന് വീഴ്ത്തി. ഓസ്ട്രേലിയക്ക് എതിരായ സെമി ഫൈനലിൽ 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ മിന്നും ജയം.